ഹലോ, ഇതാണ് ബഹ്ല പോർട്ട് എന്നറിയപ്പെടുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ജബൽ അക്തർ പർവ്വതനിരയുടെ താഴ്വരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മസ്കറ്റിൽ നിന്നും ഏകദേശം 200 കിലോമീറ്റർ അകലെയാണ് ഇതിൻ്റെ സ്ഥാനം. ഇത് റോഡ് സൈഡിലായ കാരണം പെട്ടെന്ന് എല്ലാവർക്കും എത്തിച്ചേരാവുന്ന രീതിയിൽ തന്നെയാണത്. പെട്ടെന്ന് കണ്ടുപിടിക്കാനും നമുക്ക് എളുപ്പമായിരിക്കും. ഇത് ചരിത്രപ്രധാനമായ 4 കോട്ടകളിൽ ഒന്നാണ് ഈ ബഹ്ല കോട്ട. 1987 യുനെസ്കോ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രാജ്യത്തെ ആദ്യത്തെ കോട്ട തന്നെയാണ് ഇത്. ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് 12-ാം നൂറ്റാണ്ടിലും 15-ാം നൂറ്റാണ്ടിലും അധിവസിച്ചിരുന്ന കുന്തിരിക്കത്തിൻ്റെ വ്യാപാരം നിയന്ത്രിച്ചിരുന്ന പേരുകേട്ട ഗോത്രവിഭാഗക്കാരാണ് നെബാൻ ഗോത്രവർഗ്ഗക്കാർ. ഇവരാണ് ഇത് നിർമ്മിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഏകദേശം 13 കിലോമീറ്ററോളം ചുറ്റപ്പെട്ടിരിക്കുന്ന മതിൽ. എന്നാൽ ഇതിൻ്റെ ഭൂരിഭാഗവും ഇന്ന് തകർന്ന നിലയിലാണ്. കാരണം ഇത് നിർമ്മിച്ചിരിക്കുന്നത് ചെളി, ഇഷ്ടിക, വൈക്കോല് എന്നിവ ഉപയോഗിച്ചിട്ടാണ്. ഈ മതിൽ മാത്രമല്ല, ഈ കോട്ട മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ 1995 കാലഘട്ടത്തിൽ ഇത് പുതുക്കി പണിയാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അതിന് കഴിയാതെ പോകുകയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, മണ്ണൊലിപ്പ് ഇതിൻ്റെ ഘടനയിൽ തന്നെ നല്ല മാറ്റം വരുത്തിയിരിക്കുന്നു. എങ്കിലും പഴയ ഘടനയിൽ തന്നെ അല്ലെങ്കിൽ പഴയ രൂപത്തിൽ തന്നെ ഇന്നും ഇവിടെ പല വീടുകളും നിലനിൽക്കുന്നുണ്ട്. ഭൂരിഭാഗം കേടുപാടുകൾ സംഭവിച്ച രീതിയിലാണ് കൂടുതലും കാണാറ്. 1995 കാലഘട്ടത്തിൽ പിന്നീട് ഇത് പുതുക്കി പണിയാൻ നോക്കിയിരുന്നത് ആധുനിക രീതികൾ ഉപയോഗിച്ചിട്ടാണ് അവർ പുതുക്കി പണിയാൻ ശ്രമിച്ചിരിക്കുന്നത്. അത് ആധുനിക രീതിയിൽ നമ്മൾ ഇന്ന് ഉപയോഗിച്ച് വരുന്ന സിമൻറ്റ്, കല്ല് അങ്ങനെയുള്ള ഉപയോഗിച്ചിട്ടാണ് കോട്ടയുടെ തകർന്നു കിടക്കുന്ന പ്രധാന ഭാഗങ്ങൾ നവീകരിച്ചിരിക്കുന്നത്. കോട്ടയുടെ അപകട സാധ്യതയ്ക്ക് കാരണം മെയിനായിട്ട് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയലാണ്. അതായത് ഇഷ്ടിക, വേവാത്ത ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വൈക്കൽ, മണ്ണ് എന്നിവ വളരെ പുരാതനമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന കാരണം തന്നെ ഇത് പെട്ടെന്ന് തന്നെ നശിക്കാനിടയായി. എങ്കിലും ഇത്രയും വർഷങ്ങൾ മുൻപ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്നും കേടുവരാതെ പല ഭാഗങ്ങളും ഇവർ സംരക്ഷിച്ചു വരുന്നു. കോട്ടയുടെ ഈ അപകട സാധ്യതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളായി ചരിത്രകാരന്മാർ പറയുന്നത് ഈ കോട്ടയിൽ ഡ്രെയിനേജ് സൗകര്യം കുറവായിരുന്നു. അതുകൂടാതെ തന്നെ മണ്ണൊലിപ്പ് ഈ കോട്ടയെ വളരെയധികമായി ബാധിച്ചിരുന്നു. മഴ പെയ്യുന്ന സമയത്ത് ഈ കോട്ടയെ നിർമ്മിച്ചിരിക്കുന്ന മതിലുകളും വീടിൻ്റെ ചുമരുകളെല്ലാം തന്നെ ഒലിച്ചു പോയിരുന്നു. ഈ കോട്ടയുടെ പല ഭാഗങ്ങളും ഇന്ന് ആധുനിക രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. എങ്കിലും പഴമ ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഇവർ പുനർനിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ബഹ്ല കോട്ടയെ ചുറ്റിപ്പറ്റി നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നിഗൂഢതയിലും മാന്ത്രിക വിദ്യയുടെ പ്രഭാവലയത്തിൽ ബഹ്ല ചുറ്റപ്പെട്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ചിലർ നാട്ടുകാർ തന്നെ വിശ്വസിക്കുന്നത്. ബഹ്ല കോട്ട പ്രേതങ്ങളുടെയും ജിന്നുകളുടെയും ഐതിഹ്യങ്ങൾ ഉണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബ്ലാക്ക് മാജിക്കിൽ തന്നെ വളരെ മോശമായ രീതിയിൽ മന്ത്രവാദം ചെയ്തിരുന്ന ഒരു വ്യക്തിയെ നാട്ടുകാർ ചേർന്ന് കല്ലെറിഞ്ഞ് കൊന്നിരുന്നു. അയാളുടെ ആത്മാവ് ഇപ്പോഴും ബഹ്ല കോട്ടയിൽ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ വിശ്വസിക്കുന്നത്. ഇപ്പോഴും ഇവിടുത്തെ പട്ടണത്തിലെ ഇടനാഴികളിലും ഇടുങ്ങിയ വഴികളിലും വിജനമായ മതിലുകളിലും പഴയ തകർന്നു കിടക്കുന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലും അയാളുടെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണ് ഇവിടുത്തെ ആൾക്കാർ കരുതപ്പെടുന്നത്. പുതുതായിട്ട് വരുന്നവർക്ക് യാതൊരു കാരണവശാലും നിരാശ ഉണ്ടാക്കില്ല. വരുന്നവർ മാക്സിമം 3 മണി ആ സമയം അല്ലെങ്കിൽ 4 മണി ആ സമയത്ത് വരേണ്ടതാണ്. കാരണം ഇവിടെ വെയിൽ കൂടുതലുള്ള കാരണം പെട്ടെന്ന് നമുക്ക് ക്ഷീണം വരും. അതുകൂടാതെ തന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഒരു ടീ കുടിച്ച് സമയം ചെലവഴിക്കാനുള്ള ഒരു അവസരം ചെറിയൊരു ടീ ഷോപ്പും ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ നിർമ്മിച്ചതാണ്. എങ്കിലും പഴയ കാലഘട്ടത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. ഓപ്പണാണ്, ഫുൾ ഓപ്പണായിട്ടുള്ള രീതിയിലാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു 1 ഡേ ട്രിപ്പൊന്നും പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വരരുത്. ഒരു വൈകുന്നേര സമയത്ത് വന്നൊരു 3-4 മണിക്കൂർ അത്രയ്ക്കുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. വേറെ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകുന്ന സമയത്ത് വൈകുന്നേര സമയത്ത് ഇവിടെ വരുന്നതായിരിക്കും ഉചിതം. കാണാൻ തന്നെ നല്ല കാഴ്ചകളാണ്. അതിൻ്റെ പ്രത്യേകത പറയുന്നത് 13 കിലോമീറ്റർ ചുറ്റളവ് കെട്ടുന്ന മതിലാണ്. എങ്കിലും ഇവിടെ പുതിയ കുറേ വീടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ആൾക്കാർ താമസിക്കുന്നുമുണ്ട്. ജോലിക്ക് വരുന്നവരെല്ലാം അവിടെ താമസിക്കുന്നുണ്ട്. കിണറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ കിണറൊക്കെ ഇപ്പോഴൊന്നും കാണാറില്ല, കണ്ടിട്ടില്ല. ഈ കാണുന്ന വീടുകളിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതാ കാണുന്ന ഏറ്റവും അറ്റത്ത് കാണുന്നത് ഒരു റിസോർട്ടാണ് കേട്ടോ. അത് ഇപ്പോൾ വർക്കിംഗ് അല്ല, വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഓപ്പൺ ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കാണുന്നതെല്ലാം വീടുകളിലെല്ലാം ഇപ്പോൾ ആൾക്കാർ താമസിക്കുന്നുണ്ട്. പഴയ കെട്ടിടത്തിൽ താമസിക്കുന്നില്ല, പുതിയ കെട്ടിടത്തിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ട്.
അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. കാർ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ ഇതിന് ബിൽഡിങ് ഈ കോട്ടയ്ക്കകത്ത് തന്നെയുണ്ട് കേട്ടോ. ഈ ടീ ഷോപ്പിന് ചേർന്ന് തന്നെ ഈ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കാർ കൊണ്ടുവരുന്നവർക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടില്ല.